എൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കും. ഞാൻ അലഞ്ഞതും കരഞ്ഞതും നിലവിളിച്ചതുമൊക്കെ. ഈ വഴി എനിക്ക് വളരെ സുപരിചിതമാണ്. പലപ്പോഴായി അന്ന് വാഹനങ്ങളും ഒന്നും എനിക്ക് സ്വന്തമായി ഇല്ലാഞ്ഞൊരു കാലത്ത് ബസ് അതിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയം ഞാൻ ഓർക്കും പലപ്പോഴും. അങ്ങനെ പല ദൈവദാസന്മാർ എൻ്റെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇങ്ങനെ, അവൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി മാറിക്കോളും. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ അങ്ങോ താറുമാറായി, സാമ്പത്തികമായി എത്രയോ തകർന്നു പോയി, ഒരുപാട് തകർന്ന് നിലവിളിച്ച സമയം. വിശ്വാസികളായി ഞങ്ങൾ മാത്രം, എൻ്റെ വിശ്വാസത്തിൻ്റെ ബാല്യകാലം, ദൈവദാസന്മാരെയോ ദൈവമക്കളെയോ ഒന്നും കൂടുതൽ പരിചയമില്ലാത്ത സമയം, എങ്ങനെ ഇത് മാറുമെന്ന് ചിന്തിച്ച നാളിൽ ഞങ്ങൾ തൊടുപുഴയിലും അതുപോലെ പല സ്ഥലങ്ങളിലുമൊക്കെ പ്രാർത്ഥനയ്ക്കായി മാറിപ്പോയി. പറയുന്നിടത്തെല്ലാം പോയി പ്രാർത്ഥിക്കുക. അവിടെയൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ മാറുവാനോ ഞങ്ങളുടെ ജീവിത പശ്ചാത്തലങ്ങൾ മാറുവാനോ ഒരുങ്ങിയില്ല. അന്നും കാഴ്ചയിൽ ശരിക്കും ഒരു ഭ്രാന്തി തന്നെ. എന്നാണ് ഞാൻ മിക്കപ്പോഴും ഈ പഴയ പഴഞ്ചൊല്ല്, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല രസമാണ് എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല് പലപ്പോഴും ഓർക്കും. മറ്റുള്ളവർ നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ, അവരോരോ തമാശകൾ സഹോദരിയോട് പറയുമ്പോൾ, അവൾ തിരിച്ച് മറുപടി പറയുമ്പോൾ ഒക്കെ ഒത്തിരി വേദനിച്ചിട്ടുണ്ട്. സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്നും യെരിഹോവിലേക്ക് പോകുന്ന വഴിയിൽ അവൻ്റെ കയ്യിലിരുന്ന അവൻ്റെ സ്വത്തുമെല്ലാം പിടിച്ചു വാങ്ങിയ കള്ളൻ അവൻ്റെ ദേഹമാസകലം മുറിവേൽപ്പിച്ച് അവിടെ വഴിയോരത്ത് ഉപേക്ഷിച്ചിട്ട് പോയി. മുൻപേ വന്ന ഒരു പുരോഹിതനും പിന്നീട് വന്നൊരു ലേവ്യനും കാണാതെ അവർ നടന്നു പോയപ്പോൾ പിറകെ വന്ന ആ നല്ല ശമരിയക്കാരൻ ആ മനുഷ്യനെ കരം പിടിച്ചുയർത്തിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരനുഭവമുണ്ടായി. ആ നല്ല ശമരിയക്കാർ ഇന്നേക്ക് 10-18 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ കരം പിടിച്ചുയർത്തി തകർന്നുപോയ ഞങ്ങളുടെ ജീവിതത്തെ മടക്കിത്തന്ന്, അങ്ങനെയൊക്കെ ആകും ഞങ്ങളുടെ ജീവിതമെന്ന് ഞങ്ങൾ ഓർത്ത സമയമുണ്ട്. ഇങ്ങനെയൊക്കെ തീർന്നു പോകുമെന്ന് ഓർത്തപ്പോൾ യേശുവിൻ്റെ സ്നേഹം ഞങ്ങളെ ചേർത്ത് പിടിച്ചു, അവക്ക് സൗഖ്യം നൽകി. ഇന്നിവിടെ ഞങ്ങളുടെ പാസ്റ്റർ ഇവിടെയുള്ള ജോസഫ് ചാക്കോ ഇന്ന് യൂത്ത് സെക്രട്ടറിയായി ഇരിക്കുന്ന ജെയ്സൺ അന്ന് 15 വയസ്സ്. അന്ന് ഞങ്ങൾ, എൻ്റെ സഹോദരിയും അമ്മയും, ഞങ്ങൾ പുതുപ്പള്ളിയിൽ നിന്നും കട്ടപ്പനയ്ക്ക് ബസ് കയറി അവിടെ ചെല്ലുമ്പോൾ ഒരു പലകമറയൊക്കെ അടിച്ചൊരു പഴയ വീട് പടുതായൊക്കെ ഇട്ട് ഒരു പഴയ വീട്ടിൽ ഞങ്ങളെ സ്വീകരിച്ചു. ഏതാണ്ട് 6 മാസം ഞങ്ങളെ അവിടെ സംരക്ഷിക്കുകയും എൻ്റെ സഹോദരിയെയും മാതാവിനെയും അവിടെ നിർത്തി അവിടെ ഉള്ള കൂട്ടായ്മയിൽ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. അവർ വിശ്വസിച്ചു. ആ വിശ്വാസം ഞങ്ങളിലേക്ക് പകർന്നു. കർത്താവ് വിടുവിക്കുമെന്നു. എന്നാൽ അവൾ മടങ്ങി വന്നപ്പോൾ സുബോധമുള്ളവളായി, ഹല്ലേലൂയ, പഴയതുപോലെ തന്നെ മടങ്ങി വരുവാനിടയായി തീർന്നു. അങ്ങനെയാ ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ബെന്നി ജോൺ പുതുപ്പള്ളി എന്ന യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്ന എന്നെ ഇങ്ങനെ മാറ്റിയെടുക്കുവാൻ വേണ്ടി കർത്താവ് ഒരുക്കിയ പദ്ധതിയായിരുന്നു. ഞാൻ പലപ്പോഴും കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ കൊണ്ട് ഭാരപ്പെടരുത്. കർത്താവ് നിങ്ങളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഒരുക്കുന്ന വഴികളാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സൗഖ്യദായകനാകട്ടോ. ഹല്ലേലൂയ. തിമായുടെ മകനായ ഭർത്യമായി നിലവിളിച്ചപ്പോൾ, യാചകനായി അവിടെ നിലവിളിച്ചപ്പോൾ വിളി കേട്ട് നിന്നത് യേശുവാണ്. നമ്മുടെയൊക്കെ നിലവിളി കേൾക്കും യേശു. ഹല്ലേലൂയ. ആ യേശുവാണ് നമ്മുടെ സമ്പത്ത്. ഇന്ന് രാത്രിയിൽ ആ കർത്താവിനെ മുറുകെ പിടിച്ചാൽ വഴിയിൽ ഉപേക്ഷിക്കുകയില്ല.
ഹല്ലേലൂയ. ചാവിനെ വെന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു സാധു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു എന്റെ സമ്പത്തെന്നു ചൊല്ലി വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു.